ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? ജനങ്ങളിൽ ആരെയാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മമേതാ? കേൾക്കടോ, പള്ളി കെട്ടിക്കൊടുക്കലല്ല, പള്ളി കെട്ടിക്കൊടുക്കലല്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരെന്നറിയോ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഏതെന്നറിയോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കടോ മുസ്ലിമേ. രോഗിയായി കിടക്കുന്നവനെ സഹായിക്കടോ, മരുന്ന് വാങ്ങിക്കൊടുക്കടോ. വിവാഹപ്രായം കഴിഞ്ഞ യതീമായ പെൺമക്കള് വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുമ്പോ ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നിനക്ക് ചെയ്യാൻ കഴിയുമോ? ലക്ഷങ്ങളുടെ കടം വന്നിട്ട് പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുനീര് കുടിക്കുന്ന പാവങ്ങളുണ്ടല്ലോ. ആ പാവപ്പെട്ടവനെ നിനക്കൊന്ന് സഹായിക്കാൻ കഴിയുമോ? ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒന്ന് നടക്കല് കൊണ്ട് നിനക്ക് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ സഹായിക്കാൻ കഴിഞ്ഞ അത് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നന്മയാ. കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, മദീനത്ത് പോകാൻ കൊതിക്കുന്നവരാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദ് നബവി കാണാൻ കൊതിക്കുന്നവരാണല്ലോ, അവിടെയല്ലേ ദുനിയാവിലെ സ്വർഗം കിടക്കുന്നത്, അവിടെയല്ലേ ദുനിയാവിലെ സ്വർഗം കിടക്കുന്നത്. ആ മസ്ജിദ് നബവിയിലല്ലേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള കിടക്കുന്നത്. ആ മദീനത്തെ പള്ളിയിൽ പോകാൻ കൊതിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കാൻ പൈസ കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല. എടോ, ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കാ അവന്റെ കൂടെയൊന്ന് നടക്കലോ, അവന്റെ കൂടെ ഒരു നിമിഷം ചെലവഴിക്കലോ എന്റെ മസ്ജിദ് നബവിയില് ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു പാവപ്പെട്ടവൻ നിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ മനുഷ്യനെ ഒന്ന് സഹായിക്കാറ്, ആ മനുഷ്യനെ ഏതെങ്കിലും ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ സദക്ക ചെയ്യുന്ന ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ അവന്റെ ആവശ്യവുമായി ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നീ ഒന്ന് നടന്നുപോയി, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ റൗള കിടക്കുന്ന മസ്ജിദ് നബവി ഉണ്ടല്ലോ, ആ പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആ കാല് നാളെ ഉറച്ചു നിൽക്കുമെന്ന്. അല്ലാഹുവിന്റെ പരലോകത്ത്, അല്ലാഹുവിന്റെ കോടതിയില് പഠിച്ചവരെ നീയറപ്പിന്റെ കത്തിച്ചെമ്പിന്റെ തറയില്ലെന്ന് ജനങ്ങൾ ഭയക്കുന്ന ദിവസമുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തില് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, വീട്ടിലേക്ക് വരുന്ന പാവപ്പെട്ടവനെ ആട്ടിയോടിക്കുന്നവര്, ഗേറ്റ് തുറക്കാത്തവര്, വാതില് തുറക്കാത്തവര്, വീട്ടിന്റെ മുന്നിൽ വരുന്നവനെ കളിയാക്കിയിട്ടവിടെന്ന് ഇറക്കി വിടുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? ഈ നാട്ടിലെ പണക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, ഈ നാട്ടിലെ പാവപ്പെട്ടവനാരാണെന്ന് നിനക്കറിയില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പണക്കാരെ സ്നേഹിക്കുന്നവര്, സമ്പന്നന്മാരെ സ്നേഹിക്കുന്നവര്, പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? യാചിച്ചു വരുന്നവനെ സ്നേഹിക്കണേ സഹാബാ. പാവപ്പെട്ടവനെ നിങ്ങൾ സ്നേഹിക്കൂ. നിന്റെ വീടിന്റെ മുന്നിൽ കൈനീട്ടി വരുന്നവൻ, രോഗിയായി കിടക്കുന്നവൻ, ആ പാവപ്പെട്ടവനെ നീ സ്നേഹിക്കൂ.
പാവപ്പെട്ടവനെ നീ സ്നേഹിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പാവപ്പെട്ടവരെ സ്നേഹിച്ചാൽ എന്ത് പ്രയോജനമാണ് നബിയേ? യാചിച്ചു വരുന്നവരെ സ്നേഹിച്ചാൽ, യാചിച്ചു വരുന്നവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ പരിചയപ്പെടണം, നമുക്ക് പ്രയോജനമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ യാചിക്കാൻ വരുന്നവനെ പരിചയപ്പെടണം. ഈ നാട്ടിലെ പണക്കാരനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, എന്നാ പാവപ്പെട്ടവൻ ആരാ അറിയില്ല. ഞാൻ പറയുന്ന നബിതങ്ങൾ പറയുകയാ, നിന്റെ വീട്ടിൽ യാചിക്കാൻ വരുന്നവനുമായിട്ട് സ്നേഹബന്ധത്തിലാകണം, അവനെ നീ പരിചയപ്പെടണം. സഹാബത്ത് ചോദിച്ചു, പരിചയപ്പെട്ടാലുള്ള പ്രയോജനം എന്താ? നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. നിർത്തറായോ? 10:40 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരു 20 മിനിറ്റ് കൂടെ ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പാവപ്പെട്ടവനെ യാചിക്കാൻ വരുമല്ലോ, ഗേറ്റ് തുറക്കൂല, ഗേറ്റ് തുറക്കൂല, ബെല്ലടിച്ചാ വാതിൽ തുറക്കൂല. ഒന്നുമില്ല, ആട്ടി ഓടിക്ക, ഇറക്കി വിട, ഒന്നുമില്ല. എങ്കിലും നബിതങ്ങൾ പറഞ്ഞു, നീ അവനെ പരിചയപ്പെട്. അവനെ പരിചയപ്പെട്ടാൽ നിനക്ക് പ്രയോജനമുണ്ട്. എന്താ പ്രയോജനം? എന്താ പ്രയോജനം? ഈ യാചിക്കാൻ വരുന്നവൻ ഗതികേട് കൊണ്ടല്ലേ വരുന്നേ? ഇല്ലാത്തത് കൊണ്ടല്ലേ? വേറെ ഒരു ഗതിയില്ലാത്തത് കൊണ്ടല്ലേ? എടാ, നിന്നെ പോലെ ആ മനുഷ്യനും ഭാര്യയുണ്ട്, മക്കളുണ്ട്, അഭിമാനമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും അവൻ ഗതികേട് കൊണ്ടാ വരുന്നത്. ആ ഗതികേട് കൊണ്ട് നിന്റെ മുന്നിലേക്ക് കൈനീട്ടി വരുന്നവനെ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ വിളിച്ചു, വീടിന്റെ അകത്ത് കയറ്റിയിരുത്തി, കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു. എന്താ നിന്റെ പ്രയാസം? പൈസ ഒന്നും കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട. ആ വന്നവനെ വിളിച്ച് വീടിനകത്ത് കയറ്റി കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു. അവന്റെ പ്രയാസം എന്താണെന്ന് കേട്ടു. എന്നിട്ട് അൽഹംദുലില്ലാഹ്, നീ പേടിക്കണ്ട, അള്ളാഹു നിന്നെ സഹായിക്കും, നിന്റെ മകളുടെ വിവാഹം നടത്തും, നിന്റെ രോഗത്തിനുള്ള ചികിത്സ, അതിനുള്ള സമ്പത്ത് റബ്ബ് തരും, നിന്റെ രോഗം അള്ളാഹു ശിഫയാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ഒന്ന് സമാധാനിപ്പിച്ച് ഒന്ന് ദുആ ചെയ്തിട്ട് വേണം ആ മനുഷ്യനെ പറഞ്ഞുവിടാൻ. ആരെ മറന്നാലും അവൻ ആ മനുഷ്യനെ മറക്കൂല. അങ്ങനെ വീടിനകത്ത് പിടിച്ചു കയറ്റി ഇരുത്തി, കുടിക്കാൻ വെള്ളവും കൊടുത്ത്, അവന്റെ പ്രയാസം കേട്ട് അവന് വേണ്ടി ദുആ ചെയ്ത് സന്തോഷത്തോടെ, പൈസ കൊടുത്തില്ലെങ്കിലും സന്തോഷത്തോടെ പറഞ്ഞു വിട്ടാൽ ഒരിക്കലും അവൻ നമ്മളെ മറക്കൂല. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാചിച്ചവരോട് പറയും, ഇങ്ങനെ ജീവിച്ച പാവങ്ങളോട് പറയും, നിനക്കിഷ്ടമുള്ളവരെ നീ സ്വർഗത്തിൽ കൊണ്ടുപോക്കോ. നിന്നെ സഹായിച്ചവരില്ലേ, നിനക്കിഷ്ടമുള്ളവരെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോ. അന്ന് നിന്റെ വീടിന്റെ മുന്നിൽ വന്നവൻ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പാവപ്പെട്ടവന് അല്ലാഹു സ്വർഗത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനുള്ള അവകാശം കൊടുക്കുമ്പോ ആ അവസരത്തിൽ വീടിനകത്ത് കയറ്റി, വിളിച്ചു കയറ്റി ഇരുത്തി, വെള്ളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, അവന് വേണ്ടി ദുആ ചെയ്ത നിന്നെ ഉറപ്പായിട്ടും നാളെ പരലോകത്ത് വെച്ച് നിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ പറഞ്ഞു, ഉദ്ഘാടകം ചെയ്ത ഉസ്താദ് പറഞ്ഞു, പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങാൻ, പാവപ്പെട്ടവർക്ക് കിടക്കാൻ ഒരു കിടക്ക വാങ്ങാൻ, ഒരു വീൽചെയർ വാങ്ങിക്കൊടുക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിപാടികളുടെ ചിലവ് കഴിഞ്ഞ് എന്തു വന്നാലും അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സാണ് ഈ സംഘാടകർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വയലിന്റെ 1ാമത്തെ ദിവസമാണ്. സംഘാടകരെ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. മടി കാണിക്കല്ലേ, മടി കാണിക്കല്ലേ, ഉള്ളതിൽ പങ്കു കൊടുക്കണോ. ചിലപ്പം നാളെ നിനക്ക് തന്നെ ഇത് ഉപകാരപ്പെടുമല്ലോ. നാളെ ഇത് നിനക്കായിരിക്കും ചിലപ്പോ ഉപകാരപ്പെടുന്നത്. സദഖ കൊടുക്കാൻ പറയുമ്പോ നമുക്ക് വല്ലാത്ത മടിയാ. എങ്കിൽ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അസ്സദഖതു റദ്ദുൽ ബലാ.
ഈ ഹദീസിന്റെ അർത്ഥമറിയാത്ത ആരുമില്ല. എടോ സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നറിയാത്ത ഒരു മനുഷ്യനുമില്ല. ഉദാഹരണം പറയട്ടെ, ഇന്ന് വയത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളൊക്കെ വീട്ടിലേക്ക് പോയി വീടിനകത്തേക്ക് ചെരുപ്പൂരിയിട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോ മഴ പെയ്ത് വെള്ളം നനഞ്ഞ് കിടക്കുകയാണ്. കാല് തെറ്റിയിട്ട് താഴെ വീണു. അല്ലാ, തല പോയി താഴെയടിക്കുകയാ. അവസാനം പടച്ചവനെ മണ്ണാർക്കാട് കൊണ്ടുപോയി, അല്ലെങ്കിൽ കോഴിക്കോട് കൊണ്ടുപോയി. ഡോക്ടർമാര് പറഞ്ഞു സർജറി ചെയ്യണം, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാ കഴിയില്ല. അപ്പോഴാണ് ചെറുപ്പക്കാരാ വാപ്പ ഹോസ്പിറ്റലിന്റെ ഐസിബിനകത്തായപ്പോ, ഭർത്താവ് വെന്റിലേറ്ററിലായപ്പോ പള്ളിയിലെ ഖതീബിന്റെ കയ്യിൽ പൈസ കൊണ്ട് കൊടുത്തിട്ട് പറയുന്ന ഉസ്താദേ, ദുആ ചെയ്യൂ ഉസ്താദേ, എന്റെ ഭർത്താവ് രക്ഷപ്പെടണം, എന്റെ വാപ്പയുടെ രോഗം മാറണം, എന്റെ ഉപ്പാനെ രക്ഷപ്പെടുത്തണം. പള്ളിയിലെ ഖതീബിന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയുന്ന ചെറുപ്പക്കാരാ, അപ്പം നിനക്കറിയാമടാ സദക്ക കൊടുത്താ രക്ഷപ്പെടുമെന്ന്. അപ്പം നിനക്കറിയാഞ്ഞിട്ടല്ലോ പെങ്ങളെ, സദക്ക കൊടുത്താ രക്ഷപ്പെടുമെന്ന് നിനക്കറിയുന്നവളാണല്ലോ. അതുകൊണ്ടല്ലേ വീടുന്നത് വരെ എന്തിനാ കാത്തിരിക്കുന്നത്? അപകടങ്ങൾ വന്നു കഴിഞ്ഞാ വലിയ പ്രയാസമാണല്ലോ. വരുന്നതിന് മുമ്പ് തടയണമല്ലോ, വീഴുന്നതിന് മുമ്പ് രക്ഷപ്പെടണമല്ലോ. അതിനുള്ള വഴിയാണ് അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പിതാവ് പിടിച്ചിട്ട് കരയുന്ന ഉസ്താദേ, എന്റെ പൊന്നുമോനെ പഠിക്കാൻ കൊണ്ടുവിട്ടതാണ്, എന്റെ പൊന്നുമകനെ കുളത്തിന് വീണിട്ട് വെന്റിലേറ്ററിലാ, ദുആ ചെയ്യണേ, രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഒരു ചെറുപ്പക്കാരൻ പറയുന്ന ഉസ്താദേ, എന്റെ ഭാര്യ ആദ്യമായിട്ട് പ്രസവിച്ചതാണ്, 6 കൊല്ലം കാത്തിരുന്നിട്ട് അല്ലാഹു ഒരു മകനെ നൽകി. ഐസിയുലാ വെന്റിലേറ്ററിലാ എന്റെ പൊന്നു കുഞ്ഞ്. ഉസ്താദ് ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. നിരന്നിരിക്കുന്നവര് നിന്നെ ഒന്ന് തളർത്തി കടത്താൻ അല്ലാഹുവിന് കഴിവുണ്ടല്ലോ. നിന്റെ കിഡ്നി രണ്ടും പ്രവർത്തിക്കുന്നോ എന്ന് നിനക്കറിയില്ലല്ലോ, ലിവറിന് രോഗമുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ, ക്യാൻസറോ ഏതെങ്കിലും മാരകമായ രോഗം നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. എന്തിനാ മനുഷ്യ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നിൽക്കുന്നത്? എന്തിനു വേണ്ടിയാ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മുത്തുനബി പറയുമ്പോ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരാളും അഭിനയിക്കല്ലേ, ഒരാളും കൈകെട്ടിയിരിക്കല്ലേ. നിങ്ങളുടെ കയ്യിലുള്ളതിലൊരു സദക്ക എടുത്തോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ, പാവപ്പെട്ടവർക്ക് വേണ്ടിയാ, രോഗികൾക്ക് വേണ്ടിയാ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർക്ക് വേണ്ടിയാ, യതീമീങ്ങൾക്ക് വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദക്ക കൊടുത്തോ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു, അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മാരകമായ അറുത്ത് മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ അവരെ കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ.